ഒരുപാട് പേർക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്, അതായത് പാൽപ്പല്ലുകൾ നമ്മുടെ അഡൽട്ടിലെ പെർമനന്റ് പല്ല് പോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. പാൽപ്പല്ലിന് അതിൻ്റെതായ ഒരു ഫംഗ്ഷനും റോളും ആ ചൈൽഡിൻ്റെ ലൈഫിൽ ഉള്ളതാണ്. പാൽപ്പല്ലുകൾ യൂഷ്വലി പോകുന്നത് ഒരു 7 to 13 ഇയേഴ്സിൻ്റെ ഏജ് ഗ്യാപ്പിലാണ്. സോ അത്രയും നാളും പാൽപ്പല്ലിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചൈൽഡിന് ന്യൂട്രീഷൻ കൊടുക്കാനും അതായത് സ്പേസ് മെയിൻറ്റെയിനറായിട്ട് യൂസ് ചെയ്യാനും ഇതിനെല്ലാത്തിനും പാൽപ്പല്ലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. നമ്മുടെ പെർമനന്റ് ടീത്ത് ഇറപ്റ്റായി വരുമ്പോൾ തന്നെ ആ പാൽപ്പല്ല് പോയിട്ട് വേണം പെർമനന്റ് ടീത്ത് ആ സ്പേസിലോട്ട് ഇറപ്റ്റായി വരാൻ വേണ്ടിയിട്ട്. സോ പാൽപ്പല്ലുകൾ നേരത്തെ തന്നെ എക്സ്ഫോളിയേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ബിഫോർ ഏജ് ആ പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ ക്രൗഡിങ് പോലത്തെ പ്രശ്നങ്ങൾ, ജോ അലൈൻമെൻറ്റ് പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കുട്ടികൾ പല്ലിൽ എന്തെങ്കിലും കേടോ വേദനയോ പഴുപ്പോ എന്തെങ്കിലും പറയണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെൻ്റൽ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. സോ കുട്ടികളുടെ പല്ലുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കെയർ ഡെൻ്റൽ ക്ലിനിക്കിനെ